പിറന്ന മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സന്തോഷത്തിലും പ്രത്യാശയോടെയും മടങ്ങിയെത്തുന്ന പലസ്തീൻ ജനത. ഗാസയിലെത്തുന്ന പലസ്തീൻകാരെ കാത്തു നിൽക്കുന്നത് പക്ഷേ കടുത്ത വെല്ലുവിളികളാണ്. വീടുകളടക്കമുള്ള 90% കെട്ടിടങ്ങൾ തകർക്കുകയോ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുണ്ട്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ വേണം അവർക്കിനി കിടന്നുറങ്ങാൻ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങിയത് ഒരു അനുഗ്രഹമായാണ് പലസ്തീനികൾ കാണുന്നത്. ഇതോടെ ഭൂരിഭാഗം പലസ്തീൻ കുടുംബങ്ങളും ഗാസയിലേക്ക് തിരികെ ചേക്കേറി തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഭയമാണ്, ഭീതിയാണ്, ആശങ്കയാണ്. ഇനി എങ്ങാനും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുമോ എന്ന ഭീതി. ഇനി അവർക്ക് തങ്ങളെ അല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനുമില്ല. സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഇസ്രായേലി സൈന്യത്തിന്റെ തച്ചുടക്കലിൽ നാമാവശേഷമായിരിക്കുന്നു. ഇനി ഒന്നേന്ന് പുതിയൊരു ഗാസ കെട്ടിപ്പടുക്കണം. അതിനാര് സഹായിക്കും? ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണത്തെ തുടർന്ന് പിൻവാങ്ങിയവരാണ് തകർന്ന തരിപ്പണമായ തങ്ങളുടെ ആ പുരാതന ഇടത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലി ജയിലുള്ള പലസ്തീനി തടവുകാരെയും ഉടൻ തന്നെ വിട്ടയക്കുമെന്നാണ് സന്തോഷകരമായ മറ്റൊരു വാർത്ത. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകിയതായി ഇസ്രായേലി സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഇസ്രായേലിലും ആഹ്ലാദം, സന്തോഷം അലതല്ലുകയാണ്. ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാർ തിരികെ എത്തുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത നന്ദിയാണ് അമേരിക്കയോടും പ്രത്യേകിച്ച് ഹമാസിനോടും ഇസ്രായേൽ ഭരണകൂടത്തോടും. മൂന്നുപേരും ഒരുമിച്ച് പോയില്ലായിരുന്നെങ്കിൽ കരാറിന്റെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകില്ലായിരുന്നു എന്ന വസ്തുത ഇസ്രായേലി കുടുംബങ്ങൾക്കും അറിയാം, പലസ്തീനി തടവുകാരുടെ കുടുംബങ്ങൾക്കും അറിയാം. ബന്ദികളെ മോചിപ്പിക്കുന്നതും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങുന്നതുമാണ് ഈ ആദ്യഘട്ടം വെടിനിർത്തലിന്റെ ഒന്നാം ഭാഗം. വെള്ളിയാഴ്ച പുലർച്ചെ പ്രാവർത്തികമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടയക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിനു പകരം ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്യും. ഞായറാഴ്ച പുലർച്ചെയോടെ ഇത് നടപ്പാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, ഓഫീസുകൾ, കെട്ടിടങ്ങൾ, വീടുകൾ, പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, നിരത്തുകൾ, ദേവാലയങ്ങൾ, ഇതൊക്കെ പലസ്തീൻകാർക്ക് ഇപ്പോഴും ഓർമ്മ മാത്രമാണ്. ശൗചാലയങ്ങൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്നു. കുടിവെള്ള സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. ഇതോടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ. തങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഉറ്റവർ, ഉടയവർ, 2 വർഷം മുമ്പ് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ പലരും ഇപ്പോൾ ഒപ്പമില്ല. അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പോലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ഛിന്ന ഭിന്നമായി പോയ നിരവധി സംഭവങ്ങൾ. ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് 2022 നടത്തിയ ഒരു സർവേയിൽ ഗാസയിലെ 5-ൽ 4 കുട്ടികളും വിഷാദം, ദുഃഖം, ഭയം എന്നിവ നേടുന്നതായാണ് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴോ നിലവിലെ സാഹചര്യത്തിൽ 5-ൽ 5 കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരിലും ഇതേ സിംറ്റംസ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലരും വിഷാദ രോഗത്തിന് അടിമകളാണ്. കാരണം 2 വാക്ക് സംസാരിക്കാൻ, ഒന്നും മിണ്ടാനും പറയാനും ഉറ്റവരോ ഉടയവരോ ചുറ്റുമില്ലാത്തൊരവസ്ഥ. ഗാസയിലെ 17,000 കുട്ടികളെങ്കിലും അനാഥരാണ്. 55,000 60,000 കുട്ടികൾക്ക് ഇപ്പോഴും പോഷക കുറവുണ്ട്. കൃത്യമായി അവർക്ക് ആഹാരം കിട്ടുന്നില്ല. ഒരു ഇളം തലമുറയോട് ഇസ്രായേൽ കാട്ടുന്ന, അമേരിക്ക കാട്ടുന്ന കൊടും ക്രൂരതയാണത്. ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സുരക്ഷിതവും സുസ്ഥിരവുമായ ജീവിത സാഹചര്യം ഒരുക്കുന്നതിന് വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനെ പലസ്തീൻ എന്ന രാഷ്ട്രം ചെയ്യുമോ, അതോ ഒരു പ്രത്യേക അതോറിറ്റി രൂപീകരിച്ച് അവരുടെ നിയന്ത്രണത്തിലാകുമോ, അതോ ഇസ്രായേലിന്റെ ഷാഡോ ഭരണകൂടമാകുമോ പലസ്തീനിൽ ഗാസയെ നിയന്ത്രിക്കുക? കാത്തിരുന്ന് കാണണം. രാജ്യവും സമൂഹവും പുനർനിർമ്മിക്കാൻ കാലങ്ങളെടുക്കും. കാരണം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഇസ്രായേൽ അതിൽ നിന്നും തിരികെ വന്നിട്ട് കൂടിയില്ല. ഇസ്രായേൽ ഏത് നിമിഷമാണ് ഈ പകയെല്ലാം മനസ്സിൽ വെച്ച് വീണ്ടും ഗാസയ്ക്ക് നേരെ പ്രത്യാക്രമണം ആരംഭിക്കുക എന്നതും ഭീതി ഉളവാക്കുന്നതാണ്. യുഎന്നിന്റെ കണക്ക് പ്രകാരം $5,000 കോടി വേണം ഗാസയുടെ പുനർനിർമ്മാണത്തിന്. സൗദി അറേബ്യ കൃത്യമായി സഹായിക്കുന്നുണ്ട്. UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്.
പലസ്തീൻ പുനർനിർമ്മാണം. ഹമാസ് അല്ല അവരുടെ ലക്ഷ്യം. പലസ്തീൻ ജനതയെ കൈപിടിച്ചുയർത്തുകയാണ്. അതെങ്ങനെ സാധ്യമാകുമെന്നതാണ് ഇനി വർക്കൗട്ട് ചെയ്യേണ്ടത്. 15 വർഷമെങ്കിലും എടുക്കും ഈ $5000 കോടി ചെലവാക്കി ഗാസയെ ഒരു പഴയ രൂപത്തിലേക്കെങ്കിലും കൊണ്ടുവരാൻ. ഇതിന് പുറത്തുനിന്നുള്ള സഹായം വൻതോതിൽ വേണ്ടിവരും. നിർമ്മാണ സാമഗ്രികളുടെ പ്രവേശനം ഇടതടവില്ലാതെ വേണ്ടിവരും. ഇതിന് ഇസ്രായേൽ പൂർണ്ണമായും സഹകരിക്കണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഹമാസ് ഗാസയുടെ ഭരണം ഒഴിഞ്ഞാൽ മറ്റ് അക്രമി സംഘങ്ങൾ അവിടെ വേരുറപ്പിക്കുമെന്ന ഭീതിയുമുണ്ട് പലസ്തീൻകാർക്ക്. കാരണം ഹമാസിൽ അവർക്ക് വിശ്വാസമായിരുന്നു. ഗാസയ്ക്ക് വേണ്ടി പൊരുതി നിന്ന പോരാളികളായിരുന്നു ഹമാസ്. അതേസമയം ഇസ്രായേലിന് ഹമാസ് ഭീകരവാദികളാണ്. ഫത്തയും ഹമാസും വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ടെന്നും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ റിപ്പോർട്ടുണ്ട്. എങ്കിലും പലസ്തീൻ ജനത ഇപ്പോൾ തങ്ങളുടെ കൂടുകളിലേക്ക് തിരികെ വന്നിരിക്കുന്നു. തങ്ങളുടെ മണ്ണിലേക്ക് അവർ കാലെടുത്ത് കുത്തിയിരിക്കുന്നു. ഭീതി ഉണ്ടെങ്കിലും അത്ര ഭീതി അവർക്കില്ല ഇപ്പോൾ. കാരണം ഒരു ഉറപ്പുണ്ട്, വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. 1ാം ഘട്ട കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി തങ്ങൾ തന്നെ തങ്ങളുടെ ഗാസയെ പുനർനിർമ്മിക്കണം. തങ്ങളുടെ കുട്ടികളെ തങ്ങൾ തന്നെ നോക്കണം. ഉപജീവന മാർഗം കണ്ടെത്തണം. അതിന് തകർന്ന ഗാസയെ ശുദ്ധീകരിക്കണം. അതിനി ലോക സമൂഹത്തിന്റെ സഹായം എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇവർ കണ്ണീരോടെ കാത്തിരുന്ന് നോക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച